ഹായ് ഹലോ, എല്ലാവർക്കും എസ് പി ഫാമിലി പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കുറെ കാലമായി ബിബി നമ്മളൊരു വീഡിയോ ചെയ്തിട്ടല്ലേ. അപ്പൊ ഇന്ന് ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി ഇങ്ങനൊരു വീഡിയോ ചെയ്യാൻ വേണ്ടി ഒരു കാരണമുണ്ട്. നമുക്കറിയാം, നമ്മുടെ കേരളം ഇന്ന് വളരെ വലിയൊരു ചർച്ചയിലാണുള്ളത് ഹണി റോസിന്റെയും ബോച്ചയുടെയും കാര്യത്തില്. അപ്പൊ അതിനെ വിഷയങ്ങൾ നേരിടുന്ന ഒരുപാട് സ്ത്രീകള് നമ്മുടെ സമൂഹത്തിലുണ്ട്. ഇത്തരം പ്രതിസന്ധികൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന രണ്ട് സ്ത്രീകളാണ് നമ്മൾ. അപ്പൊ അതിനെക്കുറിച്ച് നമുക്ക് എന്താണ് പറയാനുള്ളത്, അത് പറയാൻ വേണ്ടിയാണ് ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ ഈ ഒരു കൊച്ചു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. ഞങ്ങൾ സാധാരണ രണ്ട് വീട്ടമ്മമാരാണ്. നമ്മൾ ഇപ്പോൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് 3 മാസമേ കഴിഞ്ഞുള്ളൂ. അതിൽ 1.5 മാസമായി നമ്മൾ ലൈവ് എന്ന ഓപ്ഷൻ കൂടി കടന്നു വന്നിട്ടുള്ളത്. ലൈവ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഏകദേശം 1.5 മാസമായി. 3 മാസമായി ചാനൽ തുടങ്ങിയിട്ടുള്ളതെങ്കിലും മൂന്ന് മാസം അതിന് മുന്നേ നമുക്ക് അറിയില്ല ലൈവിനെ കുറിച്ച്. 1.5 മാസത്തിന് ശേഷമാണ് ലൈവിലേക്ക് കടന്നത്, സബ്ബൊക്കെ കയറി അങ്ങനെ ലൈവിലോട്ട് കിടക്കുന്നത്. അപ്പൊ ലൈവ് ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് എതിരെ ഒരുപാട് ആൾക്കാർ പല ബാഡ് കമന്റുകളും അയക്കാറുണ്ട്. അത് ഞങ്ങൾ മാത്രമല്ല, ഇതുപോലുള്ള ചാനലുകളുള്ള ഒരുപാട് സ്ത്രീകൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന ഓരോ വിഷയമാണ്. അതെ, അപ്പൊ അത് ഹണി റോസ് മാമിനെ കുറിച്ച് പറയാൻ വേണ്ടി എല്ലാ വീഡിയോ ചെയ്യുന്നതെങ്കിലും അങ്ങനെ ഒരു വിഷയം വന്നപ്പോഴാണ് നമുക്കും ഇത് പറയാനുള്ളത്. കുഞ്ഞു കുഞ്ഞു യൂട്യൂബേഴ്സ് പോലും ഇങ്ങനെയുള്ള ആൾക്കാരെ കുറിച്ച് പൊറുതിമുട്ടിയിരിക്കുകയാണെന്ന് ലോകം അറിയട്ടെ എന്ന് കരുതിയിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. നമ്മൾ ലൈവിലിരിക്കും. നമ്മളോട് ഒരുപാട് ചില ആൾക്കാർ നമ്മളോട് ചോദിക്കാറുണ്ട്, നിങ്ങൾക്ക് എന്താ ഷാൾ ഇട്ടൂടെ, നിങ്ങൾ എന്താ ഓവർ ലിപ്സ്റ്റിക് ആണോ, മേക്കപ്പ് ഇടുന്നില്ലേന്ന്, നിനക്കൊന്നും വേറെ ഒരു പണിയില്ലേന്ന്, നിന്റെ വീട്ടിൽ പോയിട്ട് അവിടെ ഇരുന്ന് സംസാരിക്കൂ, 24 മണിക്കൂർ ലൈവിൽ തന്നെയാണോ എന്നൊക്കെ തുടങ്ങി ഇതൊക്കെ നമുക്ക് പറയാൻ കഴിയുന്നുണ്ട്. അത് പുറലോകത്തോട് പറയാൻ പറ്റാത്തത്ര ബാഡായിട്ടുള്ള കമന്റുകൾ നമ്മുടെ ലൈവിൽ വന്നിരുന്നിട്ട് ഓരോരുത്തന്മാർ പറയുന്നുണ്ട്. ഫേക്ക് ഐഡികളാണ് അവരൊക്കെ. അവരുടെ ഐഡി അല്ല ഉപയോഗിക്കുന്നത്, ഫേക്ക് ഐഡിയിൽ വന്നിട്ട് ഇതുപോലുള്ള സ്ത്രീകളെ കാണുമ്പോൾ മാത്രമേ ഇവന്മാർക്ക് ഇതുപോലെയുള്ള പ്രശ്നങ്ങളുള്ളൂ. ഒരാണുങ്ങൾ നടത്തുന്ന ലൈവിൽ പോയി ഒരുപക്ഷെ ഇവന്മാരൊന്നും ഇതുപോലെയൊക്കെയുള്ള കാര്യങ്ങൾ പറയില്ല. സ്ത്രീകൾ ചെയ്യുന്ന കാര്യങ്ങളിൽ വന്ന് എന്താ പറയാ, അവരെ സുഖിപ്പിക്കുക, അല്ലെങ്കിൽ അവരെ ലൈവ് നിർത്തോളി, അല്ലെങ്കിൽ മറ്റുള്ളവർ നമ്മളൊരു നാണം കെടുത്താൻ വേണ്ടിയിട്ട് അവര് മെസ്സേജ് ഇടുന്നു. പക്ഷെ നമ്മൾ അതിലൊന്നും വിഷമിക്കാറുണ്ടോന്ന് ചോദിച്ചാൽ ഞങ്ങൾ തളരാതെ തന്നെ മുന്നോട്ട് പോകുന്നുണ്ടെങ്കിലും ലൈവ് കഴിഞ്ഞു കഴിയുമ്പോൾ നമുക്ക് സങ്കടമാണ്. കാരണം എന്തുകൊണ്ടാണ്, നമ്മളെ ഒന്നും നേരിട്ട് കണ്ട പരിചയം പോലും ഇല്ല. നിങ്ങൾ നമ്മുടെ ഒരു വീഡിയോ ആയിക്കോട്ടെ, ഷോർട്ട് ആയിക്കോട്ടെ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ ഒരു വസ്ത്രം ധരിച്ചിട്ടാണോ, അല്ലെ ഓവറായ മേക്കപ്പ് അതിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ട്, ഒന്നുമില്ല. അപ്പോ ഒരു ഓവർ മേക്കപ്പ് ചെയ്യുന്നത് കൊണ്ടോ വസ്ത്രധാരണത്തിനെ കൊണ്ടോ അല്ല ഇങ്ങനെ സ്ത്രീകൾ എല്ലായിടങ്ങളിലും ഇത്തരം ബോഡി ഷെയ്മിങ്ങിന് ഇരയാകുന്നത്. ഇതുപോലുള്ള ഞരമ്പന്മാർക്ക് എന്ത് കിട്ടിക്കഴിഞ്ഞാലും അവരതൊരു ഹരമായി എടുക്കുന്നു. അത് മറ്റുള്ളവരുടെ മനസ്സിനെ നോവുന്നുണ്ടെന്ന് അവർ ഒരു കാലത്തും ചിന്തിക്കുന്നില്ല. അപ്പൊ ഇങ്ങനെയുള്ള ആൾക്കാര് വന്നിട്ട് നിങ്ങൾ എത്ര മാന്യമായ വസ്ത്രം ധരിച്ചാൽ അവർ വരും. അവരുടെ പണി തന്നെ ഇതാണ്, മറ്റുള്ളവരെ ഹരാസ് ചെയ്യുക എന്നുള്ളതാണ് അവരുടെ തൊഴിൽ. ഞാനും ഇവളും ഉണ്ടായിട്ട് നമുക്ക് ലൈവ് ചെയ്യാൻ പേടിയാണ്. നമ്മളെ ഭർത്താക്കന്മാരും ലൈവ് ഇരിക്കുമ്പോൾ തന്നെ നമ്മൾ പറയാറുണ്ട് നമ്മൾ ലൈവിൽ ഇരിക്കണം. അപ്പൊ അവരെ പണിയും കൂടി മെനക്ക് എടുത്തിരുന്നു പറഞ്ഞാൽ നമ്മൾ ലൈവിൽ ഇരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇവന്മാരെ പേടിച്ചിട്ട്, കാരണം ബാഡ് കമന്റ് ചാനലിൽ ഇപ്പൊ ഒരു ഓപ്ഷൻ കിട്ടിയിട്ടുണ്ട്, ബ്ലൂ എന്ന് പറഞ്ഞൊരു ഇതും കൂടി. അപ്പൊ അത് നമ്മൾ ബ്ലൂ കൊടുത്തത് നമ്മൾ 2 ഭർത്താക്കന്മാർക്കാണ്. അതെന്താ വെച്ചാല് അവർക്ക് ബാഡ് മെസ്സേജ് വരുമ്പോൾ വേഗം ഡിലീറ്റ് ആക്കാൻ പറ്റും, നമ്മളെ വിഷമിപ്പിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അവര് ഡിലീറ്റ് ആക്കാൻ. പണി മെനക്കെട്ടിട്ട് ഇരിക്കേണ്ട ഒരു അവസ്ഥ. അതായത് ഈ ബാഡ് കമന്റ് കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ബാഡ് കമന്റ് ഇല്ലാത്ത ഒരു ദിവസം പോലും ഞങ്ങളുടെ ലൈവിലുണ്ട്. പിന്നെ നോക്കുമ്പോൾ നമ്മുടെ മുഖമാണ് ആൾക്കാർ കാണുന്നത്, അവരെ കാണുന്നില്ല. അപ്പോൾ നമ്മുടെ മുഖം കാണുന്ന ആൾക്കാർ നമ്മളെ പറ്റി മോശം പറയരുതെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഒരു ബാഡ് മെസ്സേജ് പറയുമ്പോൾ റീപ്ലൈ കൊടുക്കാത്തത്. പിന്നെ ഇവന്മാരോടൊന്നും പ്രതികരിച്ചിട്ട് കാര്യമില്ല എന്ന് കരുതിയിട്ടാ. പക്ഷെ പ്രതികരിക്കാതിരുന്നു കഴിഞ്ഞാൽ ഇതുപോലുള്ള ഞരമ്പന്മാർ വീണ്ടും വീണ്ടും വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. അവർക്ക് അതൊരു പ്രോത്സാഹനം പോലെയാണ്. കാരണം അത്രത്തോളം സങ്കടമാണ്. ഞങ്ങൾക്ക് ഒന്നിച്ച് വീഡിയോ ചെയ്യുന്നത് പോലെ ഒറ്റയ്ക്ക് ഇരുന്നത് നമുക്ക് ലൈവ് ചെയ്യാൻ പേടിയാണ്. ഒരു വീഡിയോ നമുക്ക് അപ്ലോഡ് ആക്കി കഴിഞ്ഞാൽ പ്രശ്നമില്ല, പക്ഷെ ഒരു ലൈവ് ചെയ്യാൻ നമുക്ക് പേടിയാണ്. കാരണം ഇതുപോലുള്ള ആൾക്കാർ എന്തൊക്കെയാണ് വിളിച്ചു പറയുക, എന്നിട്ട് പോലും ഞങ്ങൾ തളർന്നു പോകുന്നു. അപ്പോൾ ഒറ്റയ്ക്കൊക്കെ ഒരു ചാനൽ കൊണ്ടുപോകുന്ന സ്ത്രീകൾ അവരൊരു ലൈവ് ചെയ്യുമ്പോൾ ഇവന്മാർ എന്തൊക്കെ പറയും, എന്തൊക്കെ പറയാൻ ചാൻസ്, അവരൊക്കെ ഏത് അവസ്ഥയിലൂടെയൊക്കെ ആയിരിക്കും കടന്നു പോയിട്ടുണ്ടാവുക. അവരെ അറിയുന്ന ആൾക്കാരുണ്ടല്ലോ ലൈവില്, അവർ ഈ കമന്റുകളൊക്കെ കാണുന്നുണ്ടാവില്ലേ. അപ്പൊ അവര് നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയായിരിക്കും. അപ്പൊ ഇതുപോലെയുള്ള ഫേക്ക് ഐഡിയിൽ വരുന്ന ആൾക്കാരോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, നിങ്ങൾക്കും അമ്മമാരുണ്ട്, പെങ്ങന്മാരുണ്ട്, എല്ലാവരും ബാഡ് കമന്റ് അയക്കാതിരിക്കുക. കാരണം എന്തിനാണ് ഞങ്ങളൊന്നും കണ്ട പരിചയമില്ല, എന്തുകൊണ്ടും നമ്മൾ വേദനിപ്പിച്ചിട്ടില്ല.
പരസ്പരം അറിയാത്ത നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ല അങ്ങനെയെല്ലാം ചില ആൾക്കാർ നമ്മളെ പണി തന്നെയാണ് ഇത്, നമ്മുടെ പണിയും നമ്മുടെ ഇഷ്ട തൊഴിലാണിത്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഈ തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതിനെതിരെയൊക്കെ നമുക്ക് ഭർത്താക്കന്മാരെ ഫുൾ സപ്പോർട്ടും ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ മുമ്പോട്ടേക്ക് പോകുന്നത് തന്നെ. അവരില്ലെങ്കിൽ നമുക്ക് ഒരു കാലത്ത് ഇത് കൊണ്ടുപോകാൻ പറ്റില്ല, നമുക്കറിയാം. കാരണം അവർക്ക് അവരെ ഭാഗത്ത് നമുക്ക് നല്ല സപ്പോർട്ടാണ്. അതെ, ഫാമിലിയുടെ നല്ലൊരു സപ്പോർട്ട് നമുക്ക് ഉണ്ട്. പക്ഷെ അവര് കൂടെ നിൽക്കാതെ തന്നെ നമുക്ക് ലൈവ് ചെയ്ത് പോകാം. പക്ഷെ ഇത്തരമുള്ള ആൾക്കാരെ പേടിച്ചിട്ടാണ് അവര് നമ്മുടെ കൂടെ നിൽക്കേണ്ടി വരും. നോക്കി ഒരു ലൈവ് ചെയ്യാൻ പോലും കഴിയാത്ത ഒരവസ്ഥ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു. അതിനെതിരെ എല്ലാ പുരുഷന്മാരും അങ്ങനെയാണ് എന്നല്ല, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവരെന്നും വിളിച്ചിട്ട് വരുന്ന ഒരുപാട് ആൾക്കാർ, കണ്ണൂരിലെ പെങ്ങളുമാരെന്നാ ഞങ്ങൾ വിളിക്കുക, കണ്ണൂരിലെ പെങ്ങളുമാരെന്നൊക്കെ വിളിച്ചു വരുന്ന ഒരുപാട് നല്ല നല്ല സുഹൃത്തുക്കളുണ്ട്. അപ്പൊ അവരെ പോലുള്ള ആൾക്കാരല്ല ഇതുപോലെ എന്താ അമ്മയെയും പെങ്ങളെയും തിരിച്ചറിയാത്ത, പിന്നെ സ്വന്തം ഐഡിയയിൽ പോലും വരാൻ ധൈര്യമില്ലാത്ത ആൾക്കാരെ സ്വന്തമായി നിങ്ങൾ നിങ്ങളുടെ ഐഡിയയിൽ വരാൻ ശ്രമിക്കും. നിങ്ങൾക്ക് വരാൻ കഴിയില്ല, കാരണം നിങ്ങൾക്ക് ഭയമാണ്, നിങ്ങൾക്ക് സമൂഹത്തെ പേടിയുണ്ട്. കാരണം നിങ്ങൾ നിങ്ങളുടെ ശരിയായ ഐഡിയയിൽ വന്ന് നിങ്ങൾ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ പുറത്തിറങ്ങി നടക്കാൻ നല്ലവരായ ജനങ്ങൾ ഒരാൾക്കാരനെ 2-3 ഐഡിയയിൽ വന്നിട്ട് നമ്മളെ ഹരാസ് ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ് വരുന്നത്. ഇത് ഈ ചാനലൊന്ന് നിർത്താൻ വേണ്ടിയുള്ള ശ്രമം, അങ്ങനെ പല നമ്മൾ എന്താണ് നിങ്ങളോട് ചെയ്തിട്ടുള്ളത് ഒന്നും ചെയ്ത ഞങ്ങളെ തൊഴിൽ ചെയ്യുന്നു. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ലൈവ് കയറുക, നിങ്ങൾക്ക് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ കൊണ്ട് ഇപ്പൊ എന്റെ ബോഡി എന്റെ പല്ലിനെ കുറിച്ച് ഒരുപാട് ആൾക്കാർ വന്നിട്ട് എന്നോട് വഴക്ക് പറയുന്നുണ്ട്. അത് എന്റെ ഇഷ്ടമാണ്, പല്ല് കെട്ടിച്ചൂടണേന്ന് എനിക്ക്, അത് എന്റെ ഇഷ്ടമാണ്, എന്റെ പല്ലാണ്, അതിനെക്കുറിച്ച് എനിക്ക് വേറെ പ്രശ്നമൊന്നുമില്ല. താങ്കൾക്ക് എന്താണ് പ്രശ്നം എന്ന് ഞാൻ ഒരുപാട് ലൈവില് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ സ്ത്രീകൾ നിൽക്കുന്നാക്കും പ്രശ്നമില്ല, എനിക്ക് പ്രശ്നമില്ല, പിന്നെ എന്താണ് നിങ്ങളുടെ പ്രശ്നം എന്ന് എനിക്ക് അറിയില്ല. അപ്പൊ അതുപോലെ പാവപ്പെട്ട ഒരുപാട് യൂട്യൂബേഴ്സ് നമ്മള് കരുതി ആദ്യമൊക്കെ വരുമ്പോ നമ്മള് കരുതി നമുക്ക് മാത്രമേ ഈ പ്രശ്നമുള്ളൂ എന്നാണ് നമ്മൾ കരുതിയത്. നമ്മൾ ഒരുപാട് ലൈവിൽ കയറുണ്ട്, എന്നിട്ട് പറഞ്ഞ മെസ്സേജ് നമ്മൾ കാണലുണ്ട്, ബാഡ് മെസ്സേജ് നമ്മൾ കാണും. അവിടെ ചെല്ലുമ്പോഴും അവിടെയും ഇത് തന്നെയാണ് അവസ്ഥ. കാരണം നമുക്ക് നമ്മുടെ ക്യാഷ് കൊടുക്കിയിട്ട് നമ്മൾ ലൈവിലിരിക്കുമ്പോൾ അതിന് പോലും കഴിയാത്ത ഒരവസ്ഥയാണത്. നീ എന്തിനാ ഒരുപാട് ലിഫ്റ്റ് ഇടുന്നത്, നീ എന്തിനാ അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നത്, അതൊക്കെ ഞങ്ങളുടെ അതെ, അത് ഞങ്ങളുടെ ഇഷ്ടമാണ്. ഞങ്ങൾ എന്ത് ധരിക്കണം, എന്ത് കഴിക്കണം, എന്ത് സംസാരിക്കണം എന്നുള്ളത്. പക്ഷെ നമുക്ക് ഒന്നറിയാം, നമ്മൾ മറ്റുള്ളവർക്ക് ഹാനികരമായ ഒരു വസ്തുവും സംസാരിക്കുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല, അത് നമുക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് നമ്മുടെ തൊഴിലാണിത്. ദൈവത്തെ ഓർത്ത് നിങ്ങൾ ഇതുപോലെ വന്നിട്ട് ബാഡ് കമന്റ് അയക്കാതിരിക്കുക. പിന്നെ എന്ന് കരുതി ഇത് പ്രതികരിച്ചത് കൊണ്ട് ഇനി ആ കമന്റുകൾ ഉണ്ടാവില്ല എന്നുള്ള വിശ്വാസം നമുക്കില്ല, അങ്ങനെ ഒരു വിശ്വാസം നമുക്കില്ല. പക്ഷെ നമുക്ക് പറയാനുള്ളത് നമ്മൾ പറഞ്ഞു എന്നെങ്കിലും അതെ, അത്രേ വേണ്ടൂ. നമുക്ക് പറയാനുള്ളത് നമ്മൾ പറഞ്ഞു. എല്ലാവരും ഇപ്പൊ എങ്ങനെയാ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത്, അതിന് ഇരട്ടിയായിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന വിശ്വാസം ഒരുപാട് കൂടെപ്പിറപ്പുകളുണ്ട് കേട്ടോ. പെങ്ങളുമാരേന്ന് വിളിച്ചിട്ട് വരുന്ന ഒരുപാട് ആൾക്കാരുണ്ട് നമ്മളെ ലൈവിലായിക്കോട്ടെ, നമ്മുടെ ചാനൽ സബ് കൂട്ടാക്കിയ ആൾക്കാരായിക്കോട്ടെ, എല്ലാവരും. അപ്പൊ എല്ലാവരും നിങ്ങൾ ഇതുവരെയും തന്നിട്ടുള്ള എല്ലാ സപ്പോർട്ടും നമുക്ക് തരിക. ബാക്കിയുള്ള ആൾക്കാരെ നമ്മൾ മൈൻഡ് ചെയ്യുന്നില്ല, എങ്കിലും നിങ്ങൾ പരമാവധി ശ്രമിക്കൂ ഇത്തരം കാര്യങ്ങൾ ചെയ്യാതിരിക്കാൻ. എന്തിനാണ് നമ്മൾ കാരണം ഒരാൾക്ക് ഉപകാരമില്ലെങ്കിൽ ഉപദ്രവിക്കാതിരുന്നൂടെ? ആ ഒരു കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാമല്ലോ. അപ്പൊ ഇത്രയൊക്കെ പറയാനുള്ളൂ. ഇതിനു വേണ്ടിയാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോ ചെയ്തത് തന്നെ പറയാനുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ വീണ്ടും കാണാം. ബൈ.